മലയാള സിനിമയുടെ പൊന്നമ്മയെ ആലുവയിലെ പൊന്നമ്മ അനുസ്മരണ സമിതി അനുസ്മരിച്ചു. ആലുവ ഫ്ലോറ കരിഷ്മ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സിനിമാ സംവിധായകൻ സിബി മലയിൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ കിരീടമാണ്. അപ്പം ഞാൻ ലൊക്കേഷനിലേക്ക് പോയപ്പോൾ എൻ്റെ ഭാര്യയെ കൊണ്ടുവരണം. കല്യാണം കഴിഞ്ഞ് 4-ാം ദിവസം 5-ാം ദിവസം വർഷം സിനിമയുടെ വർക്കിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ ഭാര്യ അവിടെ പെട്ടെന്ന് സിനിമയുടെ പരിസരത്തില്ലാതെ ഒരാൾ പെട്ടെന്ന് അതിലേക്ക് വരുമ്പോൾ ഞാൻ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലേക്ക് പോവുകയും ഇവരവിടെ റൂമിലിരിക്കാൻ ഒറ്റയ്ക്കിരിക്കണ്ടെന്ന് വെച്ചിട്ട് ലൊക്കേഷനിലേക്ക് ഞാൻ വരാൻ പറയും. പക്ഷെ അവിടെ വരുമ്പോഴൊക്കെ അപരിചിതമായൊരു സാഹചര്യത്തിൽ പക്ഷെ അവരെ അവിടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരെ അവിടെ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തിയത് ചേച്ചിയാണ്. അന്ന് തൊട്ട് എൻ്റെ ഭാര്യയ്ക്ക് ചേച്ചിയോട് വല്ലാത്തൊരു ഇൻറ്റിമസി ഉണ്ട്. സിനിമയിൽ സ്വന്തം അമ്മയൊക്കെ വിട്ടിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ സ്ഥാനത്തേക്ക് വേറൊരാൾ വർദ്ധിച്ചിരിക്കുകയാണ്. ആലുവ MLA അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു. എത്രയോ വർഷക്കാലം അതിനൊക്കെ 2008 മലമല ഓഡിയൻസിലൊക്കെ എപ്പോഴും കാണാം ചേച്ചിയും കുട്ടികളായിട്ടുള്ള പടമൊക്കെ. അപ്പൊ അങ്ങനെ കാരുണ്യ പ്രവൃത്തിയും ചാരിറ്റി ഇങ്ങനെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ചേച്ചി മുൻപന്തിയിലാണ്. പാവപ്പെട്ടവരെ സാധാരണക്കാരൊക്കെ ചേർത്ത് പിടിക്കാൻ ചേച്ചി മുൻപന്തിയിലാണ്. അങ്ങനെയൊക്കെ കലാരംഗത്തായാലും സാമൂഹിക രംഗത്തായാലും ഒക്കെ സജീവ സാന്നിധ്യമായ ഒരു മഹൻ വ്യക്തിയായിരുന്നു പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് പൊന്നമ്മ അനുസ്മരണ പ്രസംഗം നടത്തി. പോലീസും ഒക്കെ വരുന്നതുകൊണ്ട് പല ആൾക്കാരും ഈ വയോവയിലേക്കൊന്നും പോകണ്ട, മാറി നിൽക്കാം എന്നൊരു ഒരു തീരുമാനമെടുത്തായിട്ടിരിക്കാം. എനിക്ക് കുറച്ച് ഭയമായിരുന്നു ഈ പോലീസൊക്കെ എൻ്റെ അടുത്ത് വരുമോന്നുള്ളത്. ആ അവസരത്തിൽ ഒരു തവണ ഈ പൊന്നമ്മ ചേച്ചി പൊന്നമ്മ ചേച്ചിയെ ഞാൻ പറയുമ്പോൾ ശരിയാക്കില്ല, എനിക്കാരും പ്രായമുള്ളത്. ഈ അമ്മ അവിടെ വന്ന് ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ കുഴപ്പത്തിൻ്റെ ഒക്കെ ഇതാണല്ലോ പോലീസൊക്കെ വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും മനോഹരമായ ഒരു സേവനം ജോസ് ചെയ്യുമ്പോൾ എനിക്ക് ജീവിക്കുള്ള കാലം ഞാൻ മരിക്കുന്നവരെ ഈ കുട്ടികളെ പരിപാലിക്കാനുള്ള എല്ലാ സഹായവും ഞാൻ ജോസിന് കൊടുക്കും. ആരെന്തൊക്കെ പറഞ്ഞാലും പോലീസ് വന്നാലും അല്ലെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. അത്ര ധൈര്യമാണ് അമ്മയ്ക്കുണ്ടായത്. ജനസേവാ ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി. വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഇലയിലെ കിടത്തിയിരിക്കുക കൊച്ചിന്, ശരീരം മുഴുവനും പൊള്ളിയിരിക്കുക, ഏത് സമയത്തും മരണപ്പെടുന്ന രീതിയായിരിക്കില്ല, കൊച്ചിനും ബോധമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ തന്നെ അവരുടെ ആംബുലൻസിൽ കൊച്ചിനെ അന്ന് മെഡിക്കൽ ടെസ്റ്റാണ് ഏറ്റവും വലിയ ഹോസ്പിറ്റൽ 2002 അത് ഈ കൊച്ചിനെ കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ ചെന്ന് 1 മാസത്തോളം കൊച്ചിനെ ICUയിൽ കിടത്തി രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് ഡോക്ടർ ഹൈദരാബാദ് ഡോക്ടറാണ് കൊച്ചിനെ സുഖമാക്കിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ആ കൊച്ചിന്റെ ഇത് കണ്ടിട്ട് ചേച്ചി അവിടെ വരികയും പിന്നെ വൈകൂരിൽ ചേച്ചിയായിട്ടൊരു ഭയങ്കര സ്നേഹബന്ധമാവുകയും ആ ഒരു സ്നേഹബന്ധമാണ് ജനസേവയുടെ അമ്മയായിട്ട് പൊന്നമ്മ ചേച്ചി പിന്നെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വലിയൊരു കഥയുണ്ട്. അതോടുകൂടി എല്ലാ കുട്ടികളെയും അവിടെ വന്ന ഓരോ കുട്ടികളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ചേച്ചി ഒപ്പം ഉണ്ടാവും. എനിക്കാണെങ്കിൽ അതൊരു വലിയ ധൈര്യമായി. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ചേച്ചി പറയുന്നത് നമ്മൾ ചെയ്യണത് നല്ലത് മാത്രമാണ്. അതുകൊണ്ട് ജോസ് പേടിക്കേണ്ട, ദൈവം നമ്മളോട് വരും എന്ന് പറഞ്ഞതിന്റെ എനിക്ക് വലിയ കരുത്ത് നൽകിയിട്ടുണ്ട്. ആലുവയിലെ പ്രമുഖ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടുന്ന പൊന്നമ്മ അനുസ്മരണ സമിതിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പൊന്നമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ ആലുവയിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരോടൊപ്പം സഹോദരൻ മനോജ്, പത്നി ജയ മനോജ്, ജെയുടെ മാധവ, ഡി രാധാമണി എന്നിവരും അനുസ്മരണ ചടങ്ങിൽ സംബന്ധിച്ചു. സാമൂഹ്യ പ്രവർത്തകരായ ശ്രീമൂലനഗരം മോഹനൻ, അഡ്വക്കേറ്റ് ടി ഇസ്മായിൽ, അഡ്വക്കേറ്റ് CB സ്വാമിനാഥൻ, MO ജോൺ, AP ഉദയകുമാർ, ചിന്നൻ ടിപ്പൈനടുത്ത, ഹംസക്കോയ, ജവൻ ചാക്കോ തുടങ്ങിയവർ പൊന്നമ്മ അനുസ്മരണം നടത്തി.